യജമാനുടെ കൈകളിൽ. ഒരു ചെറിയ ഗ്രാമത്തിൽ രാച്ചേൽ എന്ന സ്ത്രീ താമസിച്ചിരുന്നു. ഈത്താൻ, നാത്താൻ എന്ന 2 ജീവനുള്ള ആൺകുട്ടികളുടെ ഭക്തിപൂർവമായ അമ്മ. എല്ലാ ദിവസവും അവരുടെ വീട് ചിരി, ഓടുന്ന കാലുകളുടെ ശബ്ദം, ചിലപ്പോൾ കുറച്ച് ഉച്ചത്തിലുള്ള വാദങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. രാച്ചേൽ തൻ്റെ മക്കളെ ദൈവത്തെ സ്നേഹിക്കാൻ, കരുണയുള്ളവരായിരിക്കാൻ, സത്യത്തിന്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിച്ചു. അവൾ കഠിനമായി പ്രവർത്തിച്ചു. രാവിലെ വേഗം എഴുന്നേറ്റു. പാചകം ചെയ്യൽ, ഹോംവർക്കിൽ സഹായിക്കൽ, ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൽ. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ രാച്ചേൽ എപ്പോഴും ക്ഷീണം അനുഭവിച്ചു. ചിലപ്പോൾ ആൺകുട്ടികൾ വാദിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുമ്പോൾ അവൾ നിശബ്ദമായി ഇരുന്ന് ചിന്തിച്ചു, ഞാൻ ശരിക്കും അവരെ ശരിയായി രൂപപ്പെടുത്തുകയാണോ? ഞാൻ ഇത് എൻ്റെ സ്വന്തം ശക്തിയിൽ ചെയ്യുകയാണോ? ഒരു രാത്രി ആൺകുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാച്ചേൽ തൻ്റെ ബൈബിൾ തുറന്നു. അവളുടെ കണ്ണുകൾ ഒരു വചനത്തിൽ വീണു. യെശയ്യാവ് 10:15 വെട്ടുന്നവന്റെ കൈകളിൽ ഒരു ഉപകരണം മാത്രമാകുമ്പോൾ കോടാലിന് സ്വയം ഗർവിക്കാമോ? അവളത് വീണ്ടും വായിച്ചു. മൃദുവായി പുഞ്ചിരിച്ചു. ദൈവം അവളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്ന പോലെ തോന്നി. രാച്ചേൽ, നീ എൻ്റെ ഉപകരണം. നീ അവരെ ഒറ്റയ്ക്ക് രൂപപ്പെടുത്തുന്നില്ല, ഞാൻ രൂപപ്പെടുത്തുന്നു. നീ ഉപകരണം, പക്ഷേ ഞാൻ യജമാൻ. ആ രാത്രിയിൽ നിന്നും എന്തോ മാറി. എല്ലാ രാവിലെയും തൻ്റെ ആൺകുട്ടികൾ ഉണർന്നതിനു മുമ്പ് രാച്ചേൽ ഒരു പ്രാർത്ഥന മന്ത്രിച്ചു. കർത്താവേ, ഇന്ന് എൻ്റെ വാക്കുകളെ നയിക്കുക. നീ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കുക. കാര്യങ്ങൾ തെറ്റായി നടന്നാൽ, ഒഴിച്ച പാൽ, മറന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ മടിച്ചിരിക്കുന്ന മാനസിക അവസ്ഥ അവൾ ഇനി നിസ്സഹായയായി അനുഭവിച്ചില്ല. അവൾ വെറുതെ പുഞ്ചിരിച്ചു. വീണ്ടും ശ്രമിക്കാം എന്ന് പറഞ്ഞു. ദൈവം അവളുടെ ക്ഷമയും സ്നേഹവും വഴി അവരുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുകയാണെന്ന് അറിഞ്ഞതുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഈത്താൻ, നാത്താൻ ദയുള്ള ബഹുമാനപൂർവമായ യുവാക്കളായി വളർന്നപ്പോൾ ആളുകൾ രാച്ചേലിനെ അദ്ദേഹം ഒരു അത്ഭുതകരമായ അമ്മയായി പ്രശംസിച്ചു. അവൾ വെറുതെ പുഞ്ചിരിച്ച് പറഞ്ഞു, അത് ഞാനല്ല, അത് ദൈവമായിരുന്നു. ഞാൻ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പാഠം: രാച്ചേൽ പോലെ നാം എല്ലാവരും ദൈവത്തിൻ്റെ കൈകളിൽ ഉപകരണങ്ങളാണ്. നമ്മുടെ ശക്തി, നമ്മുടെ ജ്ഞാനം, നമ്മുടെ വിജയം നമ്മുടെ സ്വന്തമല്ല. അവ ദൈവത്തിൻ്റെ കൃപയുള്ള സമ്മാനങ്ങളാണ്. അതിനാൽ നാം എന്താണ് ചെയ്യുന്നത് എന്നതിൽ ഗർവിക്കരുത്. പക്ഷേ എല്ലാ ദിവസവും നമ്മളുടെ പ്രവർത്തിക്കുന്നവനോട് നന്ദി പറയുക. നമ്മുടെ സ്നേഹപൂർവമായ യജമാനോട്. വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൽ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. യെശയ്യാവ് 10:15